ഗൈസ് നമ്മൾ ദാ മലയിലാണ്. അഡ്വഞ്ചർ മൂഡ് ഓൺ. വാ പോവാ. എന്നെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് തന്നെ, ഇതെൻ്റെ ഫ്രണ്ടാണ് അദ്വൈത്. ഇവ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവ മഴ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മല കാട്ടിത്തരാം. നിങ്ങൾക്ക് നേരെ കാണണ്ടാവില്ലായിരിക്കും. എന്ത് നേരെ എന്തിനാ ഇവിടെ ഇരുട്ടി? സ്റ്റോറേജ് ഇല്ലേ? ലുക്കാണ് കേസോടെ. ആ ഞാൻ എവിടം വരെ വന്നു? ഞാൻ അവിടം വരെ വന്നിട്ടുള്ളൂ. അല്ല, നേരത്തെ മൂന്നാമത്തെ വട്ടം. നമ്മളൊക്കെ അങ്ങോട്ട് പോകണം. അതുകൊണ്ട് കേട്ടു. അല്ല, അത് വീട്ടിനുണ്ട്. ചിലപ്പോൾ ഇവിടെ കുരങ്ങനൊക്കെ ഉണ്ടാവും. എൻ്റെ ചേച്ചി പറഞ്ഞാണ് ഉണ്ടെങ്കിൽ നമുക്ക് കാട്ടിത്തരുന്ന ഗൈസ്. നമുക്ക് പേരെന്താന്നൊക്കെ ചോദിച്ചു. എന്താണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ വീട്ടിലേക്കൊക്കെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം ഗൈസ്. കുരങ്ങനെയൊക്കെ നമ്മ കാട്ടിത്തരും. കണ്ടാട്ടാ. ഇതാ ഈ വഴിയാണ് നമ്മൾ കയറി വന്നത്. റബ്ബറല്ലേ ഇത്? ആ, ഇത് ഫുള്ള് റബ്ബറാണ്. പിന്നെ തേക്കുണ്ടെന്ന് തോന്നുന്നു കുറച്ചൊക്കെ. ഇതാ നമുക്ക് അങ്ങോട്ട് പോവാം. അത് മറ്റേ ഇതില്ലേ ഇലക്ട്രിസിറ്റിയിലെ ടവറോ? ആ, ടവർ. കയറാനൊന്നും പറ്റില്ലേ? എന്താണ്? എനിക്ക് പേടിയാ. പിന്നെ അയ്യോ, അവിടേക്ക് പോവാം നമുക്ക്. എന്നിട്ട് ആ വഴി അങ്ങോട്ട് പോവാം. ഇതാ അവിടെ ഇരിക്കും കുറേ കണ്ണ് വന്നിട്ട്. പക്ഷെ അവിടെ ടവറുണ്ട്. ആ ടവറിന് മണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ടവറില്ലേ, അതാണ്. ആ, ചെറിയ കോല് പോരെ. എനിക്കിത് മതി. വാ, അതാ പറഞ്ഞു. വാ. ഒയ്യോ ഗൈസ്, കുറച്ച് അഡ്വഞ്ചറാണ്. കുത്തി പോണം. വല്ല പാമ്പുണ്ടാവട്ടെ. അതാ ഇതൊക്കെ പാമ്പിന്റെ കുഴിയാണ്. പാമ്പിന്റെ കുഴിയൊക്കെ ഉണ്ട്. അങ്ങനെ സൂക്ഷിച്ചാലും നമ്മൾ പോകണം. അയ്യോ, തെന്നോ തവള. ഓക്കെ, ഈ വഴി പോവാം. ഓ, അതൊക്കെ എനിക്കാം. എന്തായാലും ഇറങ്ങി എങ്ങടേലൊക്കെ എത്തുമല്ലോ. വഴിയൊക്കെ അറിയാം. വഴിയില്ലേ ഇവിടെ? ഇവിടെ കേറാൻ സീനൊന്നുമില്ല. ഒരു സീനുമില്ല. ഉഷാറിനുള്ളൂ ഗൈസ്. പാറയാണ് ഇവിടെ. കാട് പോയി ഗൈസ്. ഇവിടെ കാട് പോയി. പിന്നെ നമുക്ക് എങ്ങടെ ഇനി കയറി വാതി കൂടെ കയറാം ഗൈസ്. ഇവിടെ ഒരു വഴിയുണ്ട്. വാ, തിരിച്ചു പോവാൻ. വഴിയൊക്കെ അറിയാം. നോക്ക്, നമ്മളിപ്പോ എവിടെ എത്തി നോക്ക്. ഇത്രയും കേറിട്ടാ. അതൊക്കെ സ്ഥലമൊക്കെ എനിക്കറിയാം. വാ, ഇതിക്കൂടെ വാ. മറ്റേ റബ്ബർ കെട്ടാൻ വരുന്ന ആൾക്കാരില്ലേ, റബ്ബർ പാലെടുക്കാൻ ആൾക്കാരില്ലേ, ആരൊക്കെ സ്ഥിരം ഇനി മുകളിലോട്ടുണ്ടോ? നമുക്ക് ആ ഏരിയക്ക് വിടാം. അവിടെ ചിലപ്പോൾ ലുക്ക് ഉണ്ടാവും, വൈബ് ഉണ്ടാവും. എന്താ അവിടെയൊക്കെ കണ്ട സ്പേസ്, അതായിരിക്കും ടോപ്പ്. ചെറിയൊരു മര, അത്രേ ഉള്ളൂ. ഓ, വീടാണ്. അല്ലല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. വെയിറ്റ്, നമ്മളാദ്യം ഇവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാട്ടിത്തരാം. ഉണ്ടാവാറുണ്ട്, പക്ഷേ ഉണ്ടെങ്കിൽ പണി വാളും കൂട്ടാ. വാ, ഉണ്ടെങ്കിൽ പണി വാളും കൂട്ടാ. 4 മിനിറ്റ്. അത് ചാടില്ലേ? എവിടെ? ഇത് വേറെ വഴിയാണ്.
എനിക്കറിയില്ല. ഗൈസ് പാറയൊക്കെ ഉണ്ട്. ആ 8 കാലിന് സാധനം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ആക്കി പൊക്കോ. എന്റെ കാര്യം ഇനി അല്ലടാ 4 മിനിറ്റ് ആയിട്ടുള്ളൂ. നമുക്കിനി ഇതോ അവിടെയാണ് ലുക്ക് വൈബ് തോന്നുന്നു. വാ നമുക്ക് അങ്ങോട്ട് പോവാം. തിരിച്ചിറങ്ങാൻ ഇതാ ആ ഏരിയക്ക് അങ്ങോട്ട് ഇറങ്ങി, അത്രേ ഉള്ളൂ. അവിടേക്ക് ഇറങ്ങി എനിക്കറിയാം സ്ഥലങ്ങളൊക്കെ. പക്ഷെ അവിടെ ഒരു വൈബ് ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ രണ്ടാമത് തൊട്ട് ട്രക്കിങ്ങിന് അത് തന്നെ അവിടെ തന്നെ വൈബ്. വാ അവിടെ തന്നെ വൈബ്. വാ ആ പ്ലാൻ ചെയ്തായിരുന്നു, കാരണം അത് ടൈം ഉണ്ടായിരുന്നില്ല. നമ്മളാ 5 മണിക്കൊക്കെ ഇത് താഴത്തെ അയാളെ ഇത് വേറെ വഴിയാണ്. നമ്മുടെ വഴി അതാണ്, ഇത് വേറെ വഴിയാണ്. വാ നമുക്ക് ആ വഴി പോവാം. വാ വാ വാ. അയ്യോ പേടിപ്പിക്കുന്നു. ആ ഇതാണില്ലേ. ആ ഇത് തന്നെ. അവിടെ ഇരിക്കട്ടെ. എന്തിന് വേണ്ട. അവിടെ വാ. ആയി വന്ന പടം വേണ്ട വീഡിയോ മുറിഞ്ഞത് മുറിഞ്ഞൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ, ഇല്ല ചെളിയാണ്. ആ ടാർ ഇവിടെ ഈ ഇടയ്ക്കാണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്ലാസ്റ്റിക് കിട്ടി. മഴവെള്ളം അത് എടുത്തു, ടാറെടുത്തു. ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ റിസ്ക് എടുത്താണ് പറഞ്ഞത്. റിസ്ക് സാപ്പിടാം ആ സാധനം. ഇങ്ങനെ നമ്മൾ ട്രക്കിങ്ങിനാണ്. അവിടെ ആ സൈഡിലായിരിക്കണം. നിനക്ക് നമ്മുടെ വഴി നോക്കട്ടെ. വഴി നേരെ അതിൽ കൂടെ പോവാ. അവിടെ അവിടെ ഓക്കെ. മയിലിന്റെ സൗണ്ടൊക്കെ കേൾക്കണേ. അറിയില്ല ഗൈസ്, നോക്കാം. അവിടെ അപ്പുറത്ത് നമ്മുടെ പറമ്പെല്ലാം തോന്നുന്നു. അല്ലേ അറിയില്ല, എനിക്കറിയില്ല. അവിടെ അവിടെയുണ്ടോ വൈബ്, പക്ഷെ അങ്ങോട്ട് പോവാൻ വഴി മറന്നു പോകുന്നതാണ്. ഈ ഒരു പാറ മാർക്ക് ചെയ്ത് വെച്ചാൽ ദോ മാർക്ക് ചെയ്തൊക്കെ എങ്ങനെ വെക്കും, എങ്ങനെ വന്നു. ഇതാ സമയം നോക്കാട്ടോ. നമുക്ക് സമയം 3:30 നമുക്കൊരു 4 മണിയാകുമ്പോഴേക്കും ഇറങ്ങാം. വാ നമുക്ക് ഏത് വഴി പോവും. ഇവിടെ എവിടേക്കും ഒരു വൈബ് സ്ഥലം. അവിടെ സ്പോട്ട് ഉണ്ടോ അവിടെ? പക്ഷെ അവിടെ ഒന്നുമില്ല, നമ്മൾ റിസ്ക് എടുക്കും. അവിടെ ഈ ഇറങ്ങുമ്പോ എവിടേക്കെങ്കിലും ഒക്കെ എത്തി എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോ ഇത് അല്ലടാ, ഇത് ചിലപ്പോ മറ്റേ ഇവിടേക്കായിരിക്കും. ആ പൊക്കലത്തിന്റെ അപ്പുറത്തായിരിക്കും. പക്ഷെ വീട് നോക്കിയാൽ ഫുള്ള് കാടും മണ്ണൊക്കെ അല്ലേ. അവിടെ സൂക്ഷിച്ചു കാട് പണി പാടും ഗൈസ്. കാടെത്തി ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ഡേഞ്ചർ സാധനങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അവിടെ എന്തൊക്കെയോ ഉണ്ടോ. ആ ഒരു ഇതുവരെ നോക്കിട്ട് വരാം. ഇവിടെ വലിയ ലുക്ക് ഉണ്ട്. അല്ലടാ ഇവിടെ ഒന്നും ഇല്ലടാ. അവിടെ ഞാൻ ഇവിടേക്കൊക്കെ ആദ്യമായിട്ടാണ് വരുന്നേ. ഫസ്റ്റ് ടൈമാണ്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. വീഡിയോ നോക്കിയിട്ട് എന്ത് കാട്ടാനാണ്. ഇവിടെ ഫുള്ള് കൊതുകാണ്, പണിയാണ്. അല്ലടാ ഇവിടെ ലുക്കൊന്നും വൈബൊന്നും ഇല്ലടാ. കാടും മണ്ണൊക്കെ. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. പക്ഷെ അവിടേക്ക് അവിടെ പണി പാളി. വാ നമുക്ക് തിരിച്ചു പോവാ. 1 മിനിറ്റ് നമുക്ക് ഇതൊന്നും നോക്കിട്ട് പോവാ. ഇത്രയും മതി. ഓക്കെ ഗൈസ്, അടുത്ത പ്രാവശ്യം പൊള്ളിക്കും ഗൈസ്. എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. മറ്റേ യൂട്യൂബിലിടും. കുറച്ചൊക്കെ കട്ട് ചെയ്യും. അല്ല ഫുള്ളിലിടാനാണ് ചിലപ്പോ. ഗൈസ് പാമ്പിന്റെ കൂടാണിത്. പാമ്പിന്റെ കൂടാണ്. സൂക്ഷിക്കട്ടാ, പാമ്പൊക്കെ ഉണ്ടാവും. വേണ്ട മോനെ. എന്തോ ഒരു വൈബ് ഉണ്ടോ. വേണ്ട അവിടേക്കൊന്നും പോകണ്ടോ.
എനിക്ക് വഴി മറന്നുകൊണ്ട് ഔട്ടുണ്ട് കേട്ടാ. എനിക്ക് സ്ഥലമൊന്നും അറിയില്ല. ആടാ ഇത് വടക്കഞ്ചി അല്ല ആടാ ഇത് മറ്റിവിടെയാണ്ടാ പൊക്കലൊക്കെ കഴിഞ്ഞ് പോണ ആ ഏരിയയിലാണ്. ഉറപ്പാണ്. വാ നമുക്ക് ഇത്ര മതി. വാ ഗൈസ് ഇതാണ് വ്യൂ. എത്തി, സ്ഥലം എത്തി. ഗൈസ് നമ്മുടെ വ്യൂ ഉണ്ട്. പക്ഷെ ഇതാ ഗൈസ് ഇതാണ്. നോക്കറാ ഇതൊന്നും ഇല്ലല്ലേ. അവിടേക്കൊക്കെ മലയുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് പോണ്ട, കാരണം പണിയാണ്. വാ നമുക്ക് ഇപ്പൊ തിരിച്ചു പോവാ. വാ 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 ഗൈസ് തിരിച്ചു പോകാൻ പോണ. ഫാസ്റ്റ് ഇട്ടാ. വാ വേഗം വാ. ഗൈസ് ഏതാ വഴിയെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ എങ്ങടയിലൊക്കെ ഇങ്ങോട്ട് പോവാണ്. എൻ്റെ ഊഹം വെച്ചിട്ട് അവിടെ ഒന്ന് എടാ നമ്മളിപ്പോ ഒന്നും നോക്കണ്ട. എടാ എന്തൊക്കെയോ ഉണ്ട്. എന്തോ ഒരു സാധനം ആ പാറയുടെ ഉള്ളിൽ പോയിണ്ടായിരുന്നു. വാ ഈ സൈഡ് വീഡിയോ നോക്കേണ്ടി വരുമോ? വാ അങ്ങോട്ടില്ല. കിട്ടി കിട്ടി കിട്ടി. നമ്മുടെ വഴി അവിടെയാണ്. എനിക്ക് ഉറപ്പാണ് അവിടെയാണ് നമ്മുടെ വഴി. അത് വേറെ വഴിയാണ്. വാടാ ഇതിൽ കൂടെ നമ്മൾ കേറിയതാ. അവന്റെ ഒട്ടുപോലൊക്കെ കണ്ട എവിടെയാണ്. അവിടെ ഇതല്ല. വാടാ നമുക്ക് റിവെന്റ് എടുത്ത് നോക്കാം. അങ്ങനെ ഒരു അടയാളം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇനി എങ്ങോട്ടാണ്? എടാ നമ്മൾ അവിടേക്ക് പോകണം. നമുക്ക് അങ്ങോട്ട് പോയാലോ ഇനി? നമുക്ക് ഇങ്ങോട്ട് താഴെ കൂടെ ഇതിൽ കൂടെ പോവാം. ഗൈസ് ഇനി നമ്മൾ അടുത്ത സ്പോട്ട് നമുക്ക് സ്ഥലം കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ്. ഗൈസ് നല്ല സ്പോട്ടിൽ കൂടെ നമ്മൾ പോവാൻ നോക്കുകയാണ്. ഭാഗ്യത്തിന് എന്തായാലും വഴി തെറ്റിയില്ല. ഞാൻ വിചാരിച്ചത് അതിൽ കൂടെ പോവാന്ന്. പക്ഷെ നമ്മൾ കറക്റ്റ് എന്തായാലും വഴിയുടെ മുന്നിൽ തന്നെ എത്തിയില്ല. വന്ന വഴി ഇതാ ഇതിൽ കൂടെ താഴ്പോണം. അല്ലല്ല, അതിൽ കൂടെ ഒന്നും നമ്മൾ പോയിട്ടില്ല. എന്തായാലും അത് കണ്ടാ നമുക്ക് മനസ്സിലാവും. ആടാ നമ്മൾ കേറി വന്നപ്പോ അത് കണ്ടായിരുന്നാ? അപ്പൊ നമ്മൾ അതിൽ കൂടെ പോയി. നിക്ക്, നമുക്ക് അതിൽ കൂടെ പോയി നോക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു അവിടെയാണ് നമ്മളെ ഇതിൽ കൂടെ പോയിട്ടല്ലേ മറ്റേ കൂടെ. നമുക്കപ്പോ അവിടെയാണ് നമ്മുടെ സ്ഥലം. നീ ഗ്രൗണ്ട് കാണിക്കാണ്ട് ഇങ്ങനെ കാട്ടെ. താഴെ കാട്ടെ. ഇതാണോ? ഇതിൽ കൂടെ താഴെ ഇറങ്ങി പോയി നോക്കാം. വെയിറ്റ്, നമ്മൾ കേറി വരുമ്പോ ഇത് കാണില്ല. ഉറപ്പാണ്. വാ എനിക്ക് ഈ വഴി പോയി നോക്കാം. കാരണം ഇല്ലടാ, ഉറപ്പാണ്. നമ്മൾക്ക് അതിൽ കൂടെ പോയി നോക്കാം ആദ്യം. വാ ഗൈസ്, പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നോക്കാം. എടാ അവിടെ ഏതൊരു വഴിയുണ്ടോ? അപ്പൊ നമുക്ക് ആ വഴി തന്നെ ആയിരിക്കും നമ്മൾ വന്നത്. എനിക്ക് ചെറിയൊരു ഇതുണ്ട്. നോക്ക് വാ, നമുക്ക് നോക്കാം. പോയി നോക്കാം. വാ വേഗം വാ. നിക്ക് നമുക്ക് അവിടം വരെ ഒരു വാ ആ വഴി ഒന്ന് വാ. അല്ലറാ പെട്ടു. വാ ആണ് ഇത് തന്നെ ഉറപ്പുണ്ട്. ഇത് തന്നെ ഇതാടാ. ഇത് തന്നെ ഉറപ്പാണ്. വാ വേറെ വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലല്ല, വാ ഒരു മിനിറ്റ്. വാ എടാ അല്ലേ, ഇത് ഞാൻ കണ്ടതാണ്.
ഇതിനെങ്ങനെ ഉറപ്പാണ് ഇത് തന്നെ. ഞാൻ പറഞ്ഞ ഗൈസ് നമ്മളെങ്ങനെ ഞങ്ങൾ പെട്ടില്ല. ഭാഗ്യത്തിന് ഇതാ ഈ ചെക്കൻ്റെ വാക്ക് കേട്ടെ. അല്ലറ ആ വഴി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ വ്ളോഗ് കഴിയുന്നതാണ് ഗൈസ്. ടോപ്പ് പോയി വൈബ് എടുത്തു. പക്ഷെ ഞങ്ങൾ ഓവറായിട്ട് അങ്ങനെ പോയില്ല. കാരണം എന്താ, നമ്മൾ അത് മാത്രമല്ല വഴി തെറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത് തന്നെ എന്തൊക്കെയോ എനിക്കറിയണ ഇത് വെച്ചിട്ട് ഞാൻ വന്നതാണ്, അല്ലാണ്ട് വന്നതല്ല. ഓക്കെ, അടുത്ത വട്ടം നമ്മ പൊളിക്കും അല്ലേ? അതന്നെ കഴിച്ച്. ഇത് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടാൻ പോവാണ്. ഗോഡ് ഷിൻസ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? അത് ആകെ 12 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഇനി ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഓരോ ആഴ്ചയും ഞങ്ങൾ ഓരോ കിടിലും വീഡിയോ ആയിട്ട് വരും. ഉറപ്പാണ് കാര്യം. ഞങ്ങൾ 2 ആളുണ്ടാവും ബ്ലോഗേഴ്സ്. അതിന് ആദ്യം ഞങ്ങൾക്കൊരു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഗീവ് ചെയ്യും ഗൈസ്. അങ്ങനെ അത് മാത്രമല്ല 50 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ 50 സബ്സ്ക്രൈബേഴ്സ് വേണം ഞങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ, ലൈവ് സ്ട്രീം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 50 സബ്ബായ ഉറപ്പ് ഞങ്ങൾ വീടെത്താറായി. അങ്ങനെ 50 സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ ഞങ്ങൾ ലൈവ് സ്ട്രീമും ചെയ്യും ഗൈസ്. ഓക്കെ, ബൈ.